അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ മയക്കുവെടി വെച്ചു. അതിൻ്റെ ദൃശ്യം പ്രേക്ഷകരെ ഒന്ന് കണ്ടോളൂ. യഥാർത്ഥത്തിൽ ആനയെ മയക്കത്തിൽ നിന്ന് ഉണർത്തുവാൻ വേണ്ടി ഗണപതി ഒന്ന് തള്ളി നോക്കിയതാണ്. പക്ഷേ കൈവിട്ടുപോയി. ആന അവിടെ വീഴുകയാണ് ഉണ്ടായത്. സൂരജ് സജി വിവരങ്ങളുമായി ഈ ആന കിടക്കുന്ന ഈ സ്ഥലത്ത് തൊട്ടരികിൽ തന്നെ സൂരജ് സജി ഉണ്ട്. സൂരജ് സജി, എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മൾ നമ്മുടെ ഈ മുറിവേറ്റ ആനയുമായിട്ട് വല്ല എഗ്രിമെൻ്റ് ഉണ്ടോ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു. കാര്യം നിങ്ങളുടെ ക്യാമറയിൽ തന്നെ കൃത്യമായിട്ട് ഈ ആന വന്ന് നിന്നല്ലോ എന്നാണ് പറയുന്നത്. ആനയ്ക്ക് നമ്മുടെ 24 സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പറയൂ. എസ്കേൻ, അങ്ങനെ ഒരു നിമിഷത്തിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ ദൗത്യം ഗൗരവമേറിയതാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഒരു 30% സാധ്യത മാത്രമാണ് ഈ ആനയെ മടക്കിക്കൊണ്ടുവരുന്നതിലേക്ക്, അതായത് ആനയുടെ ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിലേക്ക് ഉള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ നിലത്ത് വീണ് കിടക്കുന്ന ആനയെ എഴുന്നേൽപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ അനിമൽ ആംബുലൻസ് ഈ ആനക്കരികിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി JCB ഉപയോഗിച്ചുകൊണ്ട് വഴിയൊരുക്കുകയാണ്. ആന വീണ് കിടക്കുന്ന ആ മേഖലയിൽ തന്നെ, ആ പ്രദേശത്തേക്ക് തന്നെ ഈ അനിമൽ ആംബുലൻസ് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആനക്കരികിലേക്ക് അനിമൽ ആംബുലൻസ് എത്തുന്ന സമയത്ത് ഈ വടം ഉപയോഗിച്ചുകൊണ്ട് ആനയെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഈ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ കുത്തി അനിമൽ ആംബുലൻസിലേക്ക് കയറ്റുക എന്നതാണ് ഈ ദൗത്യം. ഇനി ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 3 കുങ്കിയാനകളും വിവിധ പൊസിഷനുകളിൽ ഇപ്പോൾ തന്നെ നിന്നിട്ടുണ്ട്. 3 ദിശകളിലായി കുങ്കിയാനകൾ നിന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരടക്കമുണ്ട്. വനത്തിൽ നിന്ന് കൂടുതൽ ആനകൾ ഈ മേഖലയിലേക്ക് വരുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കണക്കിലെടുത്ത് ഈ റബ്ബർ പെല്ലറ്റ് ഏന്തിയ തോക്കുകളുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ വനാതിർത്തിയിൽ കാവൽ നിൽക്കുന്നുണ്ട്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ വെറ്റ്ലപ്പാറ ചിക്ലായിലാണ് ഈ ആനയെ ആദ്യമായി കാണുന്നത്. അവിടെ നിന്ന് ആന ചാലക്കുടിപ്പുഴ മുറിച്ച് കിടക്കുന്നു. ആ സമയം മുതൽ, രാവിലെ ഈ ആനയെ കാണുന്ന സമയം മുതൽ ആനയോടൊപ്പം തന്നെ ഈ ഏഴാറ്റുമുഖം ഗണപതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പലപ്പോഴും ഈ ആനയെ കാണുമ്പോൾ ഏഴാറ്റുമുഖം ഗണപതിക്കൊപ്പമായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. അങ്ങനെ ഏഴാറ്റുമുഖം ഗണപതിക്കൊപ്പം ഈ ആന പുഴ മുറിച്ച് കടന്ന് പ്ലാന്റേഷൻ മേഖലയിലേക്ക് എത്തുന്നു. പ്ലാന്റേഷൻ്റെ മേഖലയിലേക്ക് എത്തിയ സമയത്താണ് ഈ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഈ ആനയ്ക്ക്, അതായത് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവെടി വെക്കുന്നത്. 1 ഡോസ് മയക്കുവെടി മാത്രമാണ് വെച്ചത്. ആ മയക്കുവെടി വെച്ചതിന് ശേഷം ആന ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് നടന്നു വരികയായിരുന്നു. അങ്ങനെ നടന്ന് ഈ ചെക്ക് പോസ്റ്റിനടുത്തേക്ക് എത്തുന്നു. ആ സമയത്തും ഈ ഗണപതി ഈ ആനയ്ക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആന മയക്കം പിടിപെട്ടു തുടങ്ങിയതോടുകൂടി ഈ ആന ഒരേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. സ്റ്റാൻഡിംഗ് പൊസിഷനിൽ മയങ്ങി ആന നിൽക്കുകയാണ്. ഏഴാറ്റുമുഖം ഗണപതി പലപ്പോഴും ഈ തുമ്പിക്കൈ കൊണ്ട് ഈ ആനയെ തട്ടി ഉണർത്താൻ നോക്കുന്നു. തുമ്പിക്കൈ കൊണ്ട് ആദ്യം അതിൻ്റെ തുമ്പിയൊക്കെ ഉയർത്തി നോക്കി, മുറിവേറ്റ ആനയുടെ തുമ്പിയൊക്കെ ഉയർത്തി നോക്കി. പക്ഷേ ആന എഴുന്നേൽക്കുന്നില്ല. ഇതോടുകൂടി കൊമ്പ് ഉപയോഗിച്ച ഈ മസ്തകത്തിലൊക്കെ ഒന്ന് കുത്തി നോക്കി. പക്ഷേ ആന അനങ്ങുന്നില്ല. ഇതോടുകൂടി ആന കുറച്ചു നേരം ഈ ഏഴാറ്റുമുഖം ഗണപതി ചിഹ്നം വിളിച്ചൊക്കെ ഉണർത്താനൊക്കെ നോക്കുന്നത് നമുക്കിവിടെ കാണാമായിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് സ്കേൻ. ഈ ആനകളുടെ ഇടയിലെ ഒരു സൗഹൃദവും ഈ വന്യജീവികൾക്കിടയിലുള്ള ഒരു സ്നേഹമൊക്കെ പ്രകടമാക്കുന്ന നിമിഷമായിരുന്നു. അങ്ങനെ ഈ ആന അനങ്ങാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ മസ്തകം ഉപയോഗിച്ച് ഈ ആനയെ ഒന്ന് തള്ളാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആന, മുറിവേറ്റ ആന മറിഞ്ഞു വീഴുന്നത്. തൊട്ട് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏഴാറ്റുമുഖം ഗണപതിക്ക് നേരെ റബ്ബർ പെല്ലറ്റ് പ്രയോഗിച്ചു. റബ്ബർ പെല്ലറ്റ് ഉപയോഗിച്ച് ഈ ആനയെ വെടിവെച്ച് ഈ ആനയെ അവിടെ നിന്ന് വനത്തിലേക്ക് തുരത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് അരുൺ സക്രി അടക്കമുള്ള ദൗത്യ സംഘം ഈ ആനയ്ക്കരികിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ആനയെ വടം ഉപയോഗിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിനായി നിരന്തരം ഈ ആനയുടെ ശരീരത്തിൽ ഈ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ. ശരീരോഷ്മാവ് കുറയ്ക്കുന്നതിന് വേണ്ടി വെള്ളമടക്കം ഒഴിച്ചുകൊണ്ടാണ് ഈ ആനയുടെ ജീവൻ നിലനിർത്തുന്ന തരത്തിൽ ഇവർ ഇപ്പോൾ നിൽക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ ആനയെ എഴുന്നേൽപ്പിച്ച് ഈ അനിമൽ ആംബുലൻസിലേക്ക് മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. DFO R ലക്ഷ്മിയുണ്ട്, അതോടൊപ്പം തന്നെ അരുൺ സക്രിയുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു വൻ സംഘമാണ് ഇപ്പോൾ ഈ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആനക്കരികിലേക്ക് ഇപ്പോൾ JCB വഴിവെട്ടി എത്തിയിരിക്കുന്നു. അനിമൽ ആംബുലൻസ് അടക്കം സജ്ജമായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ ആനയെ ഉയർത്തി ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്ന നടപടികളിലേക്ക് ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ അത്തരം നടപടികൾ കൂടി ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്കേൻ.